നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ സ്കെച്ചിങ് ആയിരുന്നു ചെയ്തിരുന്നത്. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കുന്നു. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതും കൂടിയാണ് ഗുരുവായൂർ ഏകാദശി. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനുമുള്ള കൃഷ്ണഭക്തർ വളരെ ഭക്തിപൂർവ്വം ആചരിക്കുന്ന വ്രതമാണിത്. ചാന്ദ്രമാസത്തിലെ 11ാമത്തെ തിഥിയാണ് ഏകാദശി. അതായത് അമാവാസിയോ പൗർണമിയോ കഴിഞ്ഞു വരുന്ന 11ാമത്തെ ദിവസത്തിനാണ് ഏകാദശി എന്ന് പറയുന്നത്. ഒരു വർഷം 24 ഏകാദശി വ്രതങ്ങളുണ്ട്. ഈ 24 വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗുരുവായൂർ ഏകാദശിയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഗുരുവായൂർ ഏകാദശിയുടെ ശരിയായ പേര് ഉദ്ധാന ഏകാദശി എന്നാണ്. ഉദ്ധാനം എന്നാൽ ഉണർവ്, നിദ്ര വിട്ട് എഴുന്നേൽക്കുക എന്നെല്ലാമാണ്. അതായത് സാക്ഷാൽ മഹാവിഷ്ണു തൻ്റെ നിദ്ര വിട്ട് എഴുന്നേറ്റതിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ഏകാദശി നാം എടുക്കുന്നത്. ഹരി അഥവാ മഹാവിഷ്ണു തൻ്റെ നിദ്ര വിട്ട് എഴുന്നേറ്റ് ബോധവാനായ ഈ ദിനം ഹരിബോധിനി എന്ന പേരിലും അറിയപ്പെടുന്നു. ഭഗവാന്റെ ആ നിദ്രയുടെ കഥയാണ് ഇനി പറയുന്നത്. പണ്ട് മുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. കഠിനമായ തപസ്സനുഷ്ഠിച്ച് മുരാസുരൻ പല വരങ്ങളും നേടി അതിശക്തനായി മാറി. തുടർന്ന് ഗർവിഷ്ഠനായി മാറിയ അസുരൻ സർവരെയും ആക്രമിച്ച് കീഴടക്കി. തന്റെ പരാക്രമത്താൽ മുരാസുരൻ ദേവകളെയും ദേവേന്ദ്രനെയും ദേവലോകവും കീഴടക്കി മതിച്ചു നടന്നു. മുരാസുരനോട് ഏറ്റുമുട്ടാൻ കഴിയാതെ ദേവകൾ എല്ലാവരും ചേർന്ന് മഹാദേവനെ ചെന്ന് കണ്ട് സങ്കടമുണർത്തിച്ചു. മഹാദേവൻ അവരോട് സങ്കട നിവൃത്തിക്കായി മഹാവിഷ്ണുവിനെ ചെന്ന് കാണുവാൻ പറഞ്ഞു. തുടർന്ന് എല്ലാവരും ചേർന്ന് വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. വൈകുണ്ഠത്തിലെത്തിയ ദേവകൾ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു. ഭക്തവത്സലനായ ഭഗവാൻ ഉടൻ തന്നെ സർവായുധങ്ങളുമായി പുറപ്പെട്ട് മുരനുമായി യുദ്ധത്തിലേർപ്പെട്ടു. എന്നാൽ സകല വരങ്ങളും സിദ്ധിച്ച ബലശാലിയായ മുരനെ എത്ര പരിശ്രമിച്ചിട്ടും ഭഗവാന് കീഴടക്കാൻ കഴിഞ്ഞില്ല. ആ ഘോര യുദ്ധത്തിനിടയിൽ ഭഗവാൻ ഒരു വേള തളർന്നുപോയി. ക്ഷീണിതനായ ഭഗവാൻ യുദ്ധത്തിൽ നിന്നും ഒന്ന് പിൻവാങ്ങി ബദര്യാശ്രമത്തിലെ വിജനമായ ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു. വിശ്രമത്തിനായി ഒന്ന് തല ചായ്ച്ച ഭഗവാൻ നിദ്രയിലാണ്ടുപോയി. മായാവിയും കുബുദ്ധിയുമായ മുരാസുരൻ നിദ്ര പോകുന്ന ഭഗവാനു സമീപം എത്തി. പുഞ്ചിരി തൂകി നിദ്ര പോകുന്ന ഭഗവാനെ വധിക്കാനായി ആയുധവുമായി മുരാസുരൻ നടന്നെടുത്തു. തൽക്ഷണം ആ ഇരുട്ടിൽ 1000 സൂര്യന്മാരുടെ അത്യുജ്വലമായ പ്രഭയോടുകൂടി ഒരു തേജോരൂപിണിയായ ദേവി ഭഗവാന്റെ ഉടലിൽ നിന്നും ഉയർന്നു പൊങ്ങി. അത് കണ്ട് കണ്ണഞ്ചിപ്പോയ മുരാസുരനെ ഒരു നിമിഷം കൊണ്ട് ദേവി തന്റെ ആയുധത്താൽ വധിച്ചു. മുരാസുരന്റെ ആർത്തനാദം കേട്ട് ഭഗവാൻ കടുത്ത നിദ്രയിൽ നിന്നും ഉണർന്നു. സർവ ആയുധങ്ങളും ഏന്തി തന്റെ രക്ഷയ്ക്കായി അവതരിച്ച ആ ദേവിയെ കണ്ട ഭഗവാൻ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചപ്പോൾ ദേവന്മാരുടെ ശത്രുവായ മുരാസുരൻ നിദ്ര പൂകിയ അങ്ങയെ വധിക്കുവാൻ പാഞ്ഞു വരുന്നത് കണ്ട് എനിക്ക് മുരാസുരനെ നിഗ്രഹിക്കേണ്ടതായി വന്നുവെന്ന് ആ ദേവി ഭഗവാനോടായി പറഞ്ഞു. അത് കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ തന്നെ രക്ഷിച്ചതിന് ഒരു ഇഷ്ടവരം ചോദിക്കാൻ ആ ദേവിയോട് പറഞ്ഞു.
അത് കേട്ട ദേവി ഇപ്രകാരം പറഞ്ഞു: ഇന്ന് തിഥി ഏകാദശി. അങ്ങയുടെ ശരീരത്തിൽ നിന്നും ആവിർഭവിച്ച ഞാൻ ഏകാദശി എന്ന് അറിയപ്പെടണം. ഈ ദിനം എൻ്റെ പേരിൽ ഒരു വ്രതമുണ്ടാകണം. അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമാവണം. അത് അനുഷ്ഠിക്കുന്നവർക്ക് സകല ശ്രേയസ്സും നൽകി അങ്ങ് അനുഗ്രഹിക്കണം. അവർക്ക് പാപശാന്തിയും രോഗമുക്തിയും ലഭിക്കണം. ഒടുവിൽ അവർ വിഷ്ണുലോകം പോകണം. തേജോരൂപിണിയായ ആ ദേവിയുടെ നിസ്വാർത്ഥമായ ആഗ്രഹവും തന്നിലുള്ള അപാര ഭക്തിയും കണ്ട് ഭഗവാൻ സന്തുഷ്ടനായി വരം നൽകി. ഈ പ്രപഞ്ചത്തിന്റെ മാതാവായ ദേവി ആദിപരാശക്തിയുടെ ഒരു അംശം തന്നെയായിരുന്നു ആ ദേവി. ഏകാദശി എന്ന പേര് സിദ്ധിച്ച ആ ദേവി തിഥികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ തിഥിയായി മാറി. അന്നേ ദിനം അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതവുമായി മാറി. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ്. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഗുരുവായൂരിൽ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ നടത്തിയത് ഇന്നേ ദിവസമായിരുന്നു. ഈ ദിനം ഭഗവാൻ മഹാവിഷ്ണു പത്നിയായ ലക്ഷ്മി ദേവിയും ഒന്നിച്ച് ഭക്തരെ സന്ദർശിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഇന്നേ ദിനമാണ് ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചത്. അതിനാൽ ഈ പുണ്യദിനം ഗീതാ ദിനമായും വിശേഷിപ്പിക്കുന്നു. അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാക്രമങ്ങൾ ഇന്ന് കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയതും വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിലായിരുന്നു. ഗുരുവായൂരപ്പൻ തന്റെ ഭക്തോത്തമന്മാരായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, വില്ലുമംഗലം സ്വാമിയാർ, പൂന്താനം ശ്രീ ശങ്കരാചാര്യർ, കുരൂറമ്മ എന്നിവർക്ക് സ്വപ്ന ദർശനം നൽകിയതും ഈ ദിനത്തിൽ തന്നെ ആയിരുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് തന്റെ നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും തന്റെ ശിഷ്യഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാർച്ചന നടത്തിയതും ഈ മഹാദിനത്തിൽ തന്നെയാണ്. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി എന്ന അർത്ഥത്തിലാണ് ഈ രൂപത്തെ ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ചു പോരുന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നട തുറക്കുന്നത് പുലർച്ചെ 3 മണിക്കാണ്. ആ സമയത്ത് 7 തവണയുള്ള ശംഖനാദവും തകിലും നാദസ്വരവും കൊണ്ട് ഭഗവാൻ പള്ളി ഉണർത്തപ്പെടുന്നു. ഈ സമയം തന്നെ ക്ഷേത്രത്തിലെ സ്പീക്കറിൽ നാരായണീയം, ഹരിനാമ കീർത്തനം, ജ്ഞാനപ്പാന എന്നിവ മാറി മാറി കേൾക്കാൻ സാധിക്കും. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായികയും ഗുരുവായൂരപ്പന്റെ പരമഭക്തയുമായിരുന്ന പി ലീലയുടെ ശബ്ദത്തിലാണ് ഇവ കേൾക്കാൻ സാധിക്കുക. 1961 മുതലുള്ള പതിവാണിത്. തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടെ വിരാജിക്കുന്ന ഭഗവത് വിഗ്രഹം ദർശിച്ച് ഭക്തജനങ്ങൾ നിർവൃതി നേടുന്നു. ഈ ദർശനത്തെ നിർമാല്യ ദർശനം എന്ന് പറയുന്നു. പുലർച്ചെ 3 മുതൽ 3:20 വരെയാണ് നിർമാല്യ ദർശനം. തലേ ദിവസത്തെ മാല്യങ്ങൾ മാറ്റിയ ശേഷം ബിംബത്തിൽ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നു. ആടിയ ഈ എണ്ണ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. ഗുരുവായൂരപ്പന് ആടിയ എണ്ണ വാതരോഗ ശമനത്തിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. തുടർന്ന് എണ്ണയുടെ അംശം മുഴുവനും തുടച്ചു മാറ്റിയ ശേഷം ബിംബത്തിന്മേൽ നെന്മേനി വാകയുടെ പൊടി തൂകുന്നു. ഇതാണ് പ്രശസ്തമായ വാകച്ചാർത്ത്. വാകച്ചാർത്തിന് ശേഷം ശംഖാഭിഷേകം നടത്തുന്നു. മന്ത്രപൂതമായ തീർത്ഥം ശംഖിൽ നിറച്ച് അഭിഷേകം നടത്തുന്നു. ഇതാണ് ശംഖാഭിഷേകം. പിന്നീട് സുവർണ കലശത്തിലെ ജലാഭിഷേകത്തോടെ അഭിഷേക ചടങ്ങുകൾ സമാപിക്കുന്നു. ഭഗവാന്റെ പള്ളി നീരാട്ടാണ് ഇത്. പിന്നെ മലർ നിവേദ്യമായി. മലർ, ശർക്കര, കദളിപ്പഴം എന്നിവയാണ് അപ്പോഴത്തെ നൈവേദ്യങ്ങൾ. രാവിലെ 3:20 തൊട്ട് 3:30 വരെയാണിത്. അഭിഷേകത്തിന് ശേഷം മലർ നിവേദ്യവും വിഗ്രഹാലങ്കാരവുമാണ്. ഇതിന് നട അടച്ചിരിക്കും. ഈ സമയത്ത് ദർശനമില്ലെങ്കിലും നാലമ്പലത്തിനകത്ത് നിൽക്കാൻ ഭക്തന് അനുവാദമുണ്ട്.
ഈ അലങ്കാരത്തിന്റെ സമയത്ത് ഭഗവാന്റെ മുഖത്ത് മാത്രമേ അലങ്കാരം ഉണ്ടാകാറുള്ളൂ. അതിനുശേഷം ചുവന്ന പട്ടുകോണകം ചാർത്തി വലതു കൈയിൽ വെണ്ണയും ഇടത് കൈയിൽ ഓടക്കുഴലും ധരിച്ചു നിൽക്കുന്ന രൂപത്തിൽ ഭഗവാനെ അലങ്കരിക്കുന്നു. ഈ രൂപമാണ് അലങ്കാരം കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഭക്തർ ദർശിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ അതിപ്രസിദ്ധമായ ഒരു രൂപമാണിത്. മലർ നിവേദ്യത്തെ തുടർന്ന് ഉഷപൂജയായി. ഇതിന് അടച്ചുപൂജയുണ്ട്. ധാരാളം ശർക്കര ചേർത്ത നെയ്പായസം, വെണ്ണ, കദളിപ്പഴം, പഞ്ചസാര, വെള്ള നിവേദ്യം എന്നിവയാണ് ഉഷപൂജയുടെ നിവേദ്യങ്ങൾ. 4:15 മുതൽ 4:30 വരെയാണ് ഉഷപൂജ. ഇതോടെ ആദ്യ പൂജ അവസാനിക്കുന്നു. അതിനുശേഷം 5:45 വരെ ദർശന സമയമാണ്. സൂര്യോദയമാകുമ്പോഴുള്ള പൂജയ്ക്കാണ് എതിരേറ്റ് പൂജ എന്ന് പറയുന്നത്. ഉദയസൂര്യന്റെ കിരണങ്ങളെ എതിരേറ്റ് നടത്തുന്നു എന്നതാണ് എതിരേറ്റ് പൂജ എന്ന പേരിന് പിന്നിലുള്ള അർത്ഥം. എതിരേറ്റ് പൂജ ലോപിച്ച് എതിർത്ത പൂജയായി മാറി. ഇതിന് അടച്ചുപൂജയുണ്ട്. ത്രിമധുരമാണ് പ്രധാന നിവേദ്യം. ഈ പൂജയുടെ സമയത്ത് തിടപ്പള്ളിക്കടുത്തുള്ള ഒരു പ്രത്യേക മുറിയിൽ ഗണപതി ഹോമം നിർവഹിക്കപ്പെടുന്നു. ഗണപതി ഹോമത്തിലെ അഗ്നികുണ്ഡത്തിൽ നിന്നും എടുത്ത അഗ്നി കൊണ്ടായിരുന്നു അത്രേ പണ്ട് തിടപ്പള്ളിയിൽ തീ പിടിപ്പിച്ചിരുന്നത്. ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെ ഉപദേവതകൾക്ക് കീഴ്ശാന്തിമാർ പൂജ നടത്തുന്നു. അകത്ത് കന്നിമൂലയിൽ ഗണപതി, പുറത്തെ തെക്കുഭാഗത്തെ പ്രദക്ഷിണ വഴിയിൽ അയ്യപ്പൻ, വടക്കു കിഴക്കു ഭാഗത്ത് എടത്തിരിക്കകത്തുകാവിൽ വനദുർഗ ഭഗവതി എന്നിവരാണ് ഉപദേവതകൾ. ഗണപതിക്കും അയ്യപ്പനും വെള്ള നിവേദ്യമാണ്. കദളിപ്പഴം, പഞ്ചസാര, ത്രിമധുരം എന്നിവ സാമാന്യമായി എല്ലാ ഉപദേവതകൾക്കും നിവേദിക്കപ്പെടുന്നു. രാവിലെ 7 മണി വരെയാണിത്. അതിനുശേഷം 20 മിനിറ്റ് നേരം ദർശന സമയമായതിനാൽ പൂജകളില്ല. കാലത്തെ ശീവേലി. തന്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് ശീവേലിയുടെ ആന്തരാർത്ഥം. അവർക്ക് നൽകുന്ന ബലിയാണ് ശ്രീബലി അഥവാ ശീവേലി. ദ്വാരപാലകരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം. ജലഗന്ധ പുഷ്പാദികളായി മേൽശാന്തിയും ഹവിസിന്റെ പാലികയിൽ നിവേദ്യവുമായി കീഴ്ശാന്തിയും നടക്കുന്നു. ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിന്മേലാണ് ബലി തൂവുക. ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന് വെളിയിലെത്തുമ്പോൾ ഭഗവാന്റെ തിടമ്പുമായി കീഴ്ശാന്തി ആനപ്പുറത്ത് കയറുന്നു. തിടമ്പ് പിടിക്കുന്ന കീഴ്ശാന്തിയെ ശാന്തിയേറ്റ നമ്പൂതിരി എന്നാണ് പറയുന്നത്. മുമ്പിൽ 12 കുത്തുവിളക്കുകളും വാദ്യഘോഷങ്ങളോടെയും ഭക്തരുടെ നാമജപങ്ങളുടെയും അകമ്പടിയുമായി ശ്രീബലിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഭഗവാൻ പ്രദക്ഷിണമായി നീങ്ങുന്നു. 3 പ്രദക്ഷിണ ശേഷം ഉത്സവ വിഗ്രഹവുമായി കീഴ്ശാന്തി ശ്രീലകത്തേക്ക് പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചിത്രകലയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടിക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു.